ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നൊരു എംബ്രോയ്ഡറി ഡിസൈനാണ്. ഇത് ഒരു ക്രീം കളർ ചുരിദാറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ വരുന്നത്? ഒരു വൈറ്റ് നെക്കാണ്. നെക്കിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ മുകളിൽ കുറച്ചധികം വന്നിട്ട് പിന്നെ താഴത്തോട്ട് വരുന്നതോറും കുറച്ച് കുറഞ്ഞ് വരുന്നൊരു പാറ്റേണാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഞാനിവിടെ ഈ രണ്ട് ഷെയ്ഡ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ കളറിൽ വരുന്ന രണ്ട് ഷെയ്ഡ്സാണ്. ഒരു ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്, ഒരു ലൈറ്റ് കളറും വരുന്നുണ്ട്. രണ്ടും ആങ്കർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ക്രീം അല്ലെങ്കിൽ വൈറ്റ് കളർ ക്ലോത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഹാർട്ട്സ് വരച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ആങ്കർ ത്രെഡ് 3 സ്ട്രാൻഡ്സിലാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇവിടെ സാറ്റിൻ സ്റ്റിച്ചാണ്. ആദ്യം ഇതിൻ്റെ മിഡിലിൽ കുത്തിയെടുത്തിട്ട് പിന്നെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്താൽ മതി. ഒട്ടും ഗ്യാപ്പില്ലാതെ കുത്തിയെടുത്ത് പോയാൽ മതി. അങ്ങനെ ഈ ഒരു ഹാർട്ട് ഫുള്ള് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാണ്. ആദ്യം ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡ് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യം മിഡിലൊരു ലൈൻ എടുത്തിട്ട് പിന്നെ രണ്ട് സൈഡും ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഹാർട്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുത്തിയ പോയിൻറ്റിൽ ആ പോയിൻറ്റിൽ തന്നെ വീണ്ടും കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ബോർഡർ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഇതും 3 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ചെയ്യാനായിട്ട് ആങ്കർ ത്രെഡ് 3 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒട്ടും ഗ്യാപ്പില്ലാതെ ഈ ബോർഡറിൽ ഈ ബാക്ക് സ്റ്റിച്ച് ഫില്ല് ചെയ്യാണ്.
ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഡാർക്ക് കളർ ത്രെഡിൽ ആ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് 2 കളേഴ്സ് വെച്ച് ചെയ്ത് പോയാൽ മതി.